മുൻ കേരള മുഖ്യമന്ത്രി എ.കെ. ആൻ്റണിയുടെ മകനും ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭാ നിയോജകമണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ അനിൽ ആൻ്റണിക്കെതിരെ മാധ്യമങ്ങൾ ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കുന്ന എറണാകുളം സ്വദേശി ടി.ജി. നന്ദകുമാർ 2 ദിവസം മുമ്പ് ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും അത്യാവശ്യം ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ കുറച്ചെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ നടത്തിയ നീക്കമൊന്നുമല്ല നന്ദകുമാറിൻ്റെ. ആളിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഏതോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൽ മണക്കുന്നുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ നമ്മുടെ അനിൽ ആൻ്റണിക്കെതിരെയാണെന്ന് തോന്നുമെങ്കിലും അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ ഇപ്പം ഇത് കോൺഗ്രസ്സിലെ പലരുടെയും നേരെ ഈ ആരോപണ ശരങ്ങൾ നീളുന്നുണ്ട്. വേണമെങ്കിൽ ഇത് എ.കെ. ആൻ്റണിയുടെ നേരെയും UPA ഭരണകാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെയും ഇനി സോണിയാഗാന്ധിയുടെ നേർക്ക് തന്നെയും വേണമെങ്കിൽ ചെന്നെത്തപ്പെടാവുന്ന ആരോപണങ്ങളാണ് ദല്ലാൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഗൗരവം ഉണ്ടായിരുന്നോ എന്നുള്ള സംശയമാണ്. 2 ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒന്നാമത്തേത് CBIയുടെ കേരള ഹൈക്കോടതി അഭിഭാഷകനെ നിയമിക്കുന്നതിനായി തൻ്റെ കയ്യിൽ നിന്നും അനിൽ കെ. ആൻ്റണി 25 ലക്ഷം രൂപ വാങ്ങിച്ചു. പക്ഷേ സംഗതി നടന്നില്ല. അതിനുശേഷം പൈസ മറ്റു പലരുടെയും സമ്മർദ്ദത്താൽ അനിൽ ആൻ്റണി തിരികെ കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം കുറച്ചുകൂടെ ഗൗരവതരമാണ് എന്ന് തോന്നാം, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കും. അതായത് എ.കെ. ആൻ്റണിയുടെ വസതിയോട് ചേർന്നുള്ള പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചില കടലാസുകൾ അനിൽ ആൻ്റണി ഫോട്ടോ എടുത്ത് പുറത്തുള്ളവർക്ക് കൈമാറുകയും അതിൽ നിന്ന് പണം വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ഗൗരവമായ എന്ന് തോന്നുന്ന, പ്രത്യക്ഷത്തിൽ തോന്നുന്ന രണ്ടാമത്തെ ആരോപണം. ഇതാണ് ആരോപണങ്ങൾ. ഇതിനെ തുടർന്ന് രാഷ്ട്രീയത്തിൽ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഞാൻ ഹരികുമാർ, ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ ദല്ലാൽ നന്ദകുമാർ നടത്തിയ പത്രസമ്മേളനം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എ.കെ. ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണി തൻ്റെ പ്രതിരോധ മന്ത്രിയുടെ വസതിയോട് ചേർന്നുള്ള ഓഫീസിൽ നിന്നും ചില കടലാസുകൾ, ആർക്കും പ്രയോജനമില്ലാത്ത, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ ഉദ്ധരിക്കുകയാണ്, ആർക്കും പ്രയോജനമില്ലാത്ത ചില കടലാസുകൾ അവിടെ നിന്നും എടുത്ത് മൊബൈൽ ഫോട്ടോ എടുത്ത് അത് പുറത്തുള്ളവരെ അവരെ പറ്റിച്ചു, അവർക്ക് വിറ്റു, അതിൻ്റെ പേരിൽ പണവും വാങ്ങിച്ചു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും രേഖകൾ ചോർത്തിയെന്നോ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന പ്രതിരോധ രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് ചോർത്തി കൊടുത്തെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ജൂലിയൻ അസാഞ്ചെ നടത്തിയതുപോലെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ തന്ത്രപ്രധാന രേഖകൾ ചോർത്തി, ഇങ്ങനൊന്നും നമ്മുടെ നന്ദകുമാർ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചിലതെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളങ്ങ് ഊഹിച്ചു. ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചു. നന്ദകുമാറിനും വേണ്ടത് അതായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഒരു മാന്ത്രികനെ പോലെ പലരെയും പറ്റിക്കാൻ അദ്ദേഹത്തിന് പറ്റി. മാന്ത്രികരാണല്ലോ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലും കാതിന് മുമ്പിലും നിന്നുകൊണ്ട് തന്നെ നമ്മളെ പറ്റിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അതിനാണ് കൺകെട്ട് വിദ്യ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് ഇവിടെ നന്ദകുമാർ ചെയ്തിരിക്കുന്നത്. നന്ദകുമാർ കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. കൃത്യമായ ഒരു ആരോപണമായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനിൽ ആൻ്റണി ഏത് രീതിയിലുള്ള രേഖകളാണ് പുറത്തേക്ക് ചോർത്തിയത്, പ്രതിരോധ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോർത്തിയ രേഖകൾ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്, ആരൊക്കെയാണ് ഈ രേഖകൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും തന്ത്രപ്രധാനമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? എന്താണ് ചോർത്തിയത് പറയുന്നില്ല, ആരാണ് ചോർത്തിയത്, ആർക്ക് വേണ്ടിയാണ്, ഇതിന് എത്ര പണം പറ്റി, ഒരു വിശദീകരണവുമില്ല. ആരാണ്ട് എവിടുന്നോ എന്തൊക്കെയോ ചോർത്തി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? പക്ഷെ ദൗർഭാഗ്യവശാൽ ആ പത്രസമ്മേളനത്തിൽ ചോദിക്കേണ്ടിയിരുന്ന മാധ്യമപ്രവർത്തകരും പിന്നീട് ഈ പത്രസമ്മേളനത്തെ വിശകലനം ചെയ്ത ആൾക്കാരും ഒന്നും തന്നെ
ഈ ഒരു വിഷയം ഗൗരവമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിച്ചില്ല. ഈ ആരോപണം യഥാർത്ഥത്തിൽ അനിൽ ആൻ്റണിക്ക് നേരെ മാത്രമല്ല, അക്കാലത്ത് പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ ആയുധ കച്ചവടക്കാർക്കായിരിക്കണം. ഡിഫൻസ് മിനിസ്ട്രി നോട്ടുകൾ അവരാണല്ലോ ഇന്ത്യക്ക് വേണ്ടി പലതും വിൽക്കാൻ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ആവശ്യമുള്ളത് സാധാരണഗതിയിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, പാകിസ്ഥാനോ ചൈനയോ അല്ലെങ്കിൽ അമേരിക്കയോ, ഇനി ചില സാഹചര്യങ്ങളിൽ സുഹൃത്ത് രാഷ്ട്രങ്ങൾ വരെ ചാരവൃത്തി നടത്താം. അപ്പോൾ ഒരു ചാരവൃത്തി എന്നുള്ളൊരു വാക്കുണ്ട്, അതും അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇദ്ദേഹം ഊഹിക്കുന്നത്? പുകമറ സൃഷ്ടിക്കുകയാണ്. ഇനി അങ്ങനെ ചാരവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ പ്രതിരോധ മന്ത്രിയായ AK ആൻ്റണി, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചുമതലയുള്ള പ്രതിരോധ സെക്രട്ടറി, പിന്നെ മാത്രമല്ല ആ കാലഘട്ടത്തിൽ പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്നത് UPA ചെയർപേഴ്സണായ സോണിയാഗാന്ധി വരെ ഫയലുകൾ കാണുമായിരുന്നു എന്നാണ്. എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഇവരൊന്നും അറിയാതെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ആരോപണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതിൻ്റെ ഗൗരവം നന്ദകുമാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഈ ആരോപണം ഉന്നയിപ്പിച്ചവരുണ്ടെങ്കിൽ അവരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ അതും സംശയമാണ്. ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ 25 ലക്ഷം രൂപ CBIയുടെ കേരള ഹൈക്കോടതി വക്കീലിനെ, തനിക്ക് താല്പര്യമുള്ള ഒരാളെ കേരള ഹൈക്കോടതി വക്കീലായി നിയമിക്കുന്നതിന് 25 ലക്ഷം രൂപ അനിൽ ആൻ്റണിക്ക് കൊടുത്തു എന്നാണ് നമ്മുടെ നന്ദകുമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 25 ലക്ഷം രൂപ കൊടുത്തത് അദ്ദേഹം പറയുന്നത് താൻ ഈ കൊടുത്ത കാര്യം 2 പേർക്കറിയാം. ഒന്ന്, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനായ പ്രൊഫസർ PJ കുര്യൻ. രണ്ടാമത്തേത് കേരള അസംബ്ലി MLA ഒക്കെ ആയിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന പരേതനായ PT തോമസും അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അതായത് കാക്കനാട് നിന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷം MLA ആയ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസുമാണ്. ഉമാ തോമസ് ആദ്യമേ തന്നെ നിഷേധിച്ചു, എനിക്കിങ്ങനൊരു പണമിടപാടും അറിയാൻ വയ്യ, PT തോമസിനും അറിയുമായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം സൈക്കിൾ ചവിട്ടി, നന്ദകുമാർ എന്ന് പറയുന്ന നന്ദപ്പൻ സൈക്കിൾ ചവിട്ടി എൻ്റെ വീട്ടിലൊക്കെ വരുമെന്ന്, ഇദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നുള്ള പരമസത്യം ആ സാധ്വിയായ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ PJ കുര്യൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ രാഷ്ട്രീയ കൗശലമുള്ള വ്യക്തിയാണ്. അദ്ദേഹം എങ്ങും തൊടാതൊരു മറുപടി പറഞ്ഞു. ഇദ്ദേഹം വന്ന് എന്നോട് കുറച്ച് പണം അനിൽ ആൻ്റണി കൊടുക്കാനുണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് ഓർമ്മയില്ല AK ആൻ്റണിയാണോ അനിൽ ആൻ്റണിയാണോ ഞാൻ വിളിച്ചിട്ട് എന്തെങ്കിലും പണം കൊടുക്കാനോ നന്ദകുമാറിന് കൊടുക്കാനുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്രേ എനിക്കറിയാവുള്ളൂ. എന്തിനാണ് പണമിടപാട് ഇവർ തമ്മിൽ നടത്തിയത് എനിക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ AK ആൻ്റണിയോടാണോ ഞാൻ പറഞ്ഞത് അതോ അനിൽ ആൻ്റണിയോടാണോ എന്നതും ഓർമ്മയില്ല. അതെന്തൊരു മറുപടിയാണ്? അതായത് രാജ്യസഭാ ഉപാധ്യക്ഷൻ പോലെ വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരു വ്യക്തിയോടൊക്കെ ഒരു ചെറിയ പണമിടപാട് കാര്യം, ഒന്നാമത് അങ്ങനെ ആരെങ്കിലും പോയി പറയാറില്ല. അത് ആദ്യത്തെ ബസ്. ഇനി അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ വിശദാംശങ്ങൾ അറിയാതെ ഉടൻ തന്നെ അദ്ദേഹം വേറൊരാളെ വിളിക്കുകയാണോ? അതെന്താണ്? നമ്മളോട് ഒരാളും വളരെ ഗൗരവതരമേറിയ ഒരു പണമിടപാട് അത് കൊടുക്കുന്നില്ല, അതായത് ഏതാണ്ട് വഞ്ചനാ സ്വഭാവമുള്ള ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളിതിൻ്റെ വിശദാംശമൊന്നും അന്വേഷിക്കില്ലേ? ഇങ്ങനെ വിശദാംശങ്ങൾ അന്വേഷിക്കാതെ സർവ്വകാര്യങ്ങളിലും ഇടപെടുന്ന ആളായിരുന്നോ PJ കുര്യൻ? അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം വഹിച്ച ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പറ്റുന്ന വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം എന്നുള്ളതിന് അദ്ദേഹം തന്നെ തെളിവ് നൽകുന്നതിന് തുല്യമല്ലേ അത്? ചോദ്യമാണെൻ്റെ. അപ്പോൾ ഇത് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നു. ഈ ഒരാൾക്ക് നേരെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാവിന് നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം സമൂഹത്തിന് നന്മ വരുത്തുന്നതായിരിക്കണം. അതായത് സോഷ്യൽ ഗുഡ്, ഗ്രേറ്റർ കോമൺ ഗുഡ് എന്ന് പറയുന്ന ഒരു ആശയമായിരിക്കണം നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ നന്ദകുമാറിൻ്റെ തന്നെ ആരോപണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ പ്രതിരോധ രഹസ്യങ്ങൾ എന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല. അതായത് ശരിക്കും അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ
എന്തോ ചില കടലാസുകൾ അവിടുന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് പുറത്ത് ആർക്കൊക്കെയോ കൊടുത്ത് അനിൽ ആൻ്റണി കാശ് വാങ്ങിച്ചു. പരമാവധി അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ശരിക്കും ഈ ചതി, വഞ്ചന, ഇതൊക്കെയാണ്. അത് ഞാൻ എന്തോ ആവശ്യമില്ലാത്ത അവിടെ കിടന്ന പഴയ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് പ്രതിരോധ രഹസ്യമാണെന്ന് പറഞ്ഞ് ആർക്കൊക്കെ കൊടുത്ത് ഞാൻ കാശ് വാങ്ങിച്ചു. ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം, പ്രതിരോധ രഹസ്യം വാങ്ങിക്കാൻ വരുന്നവർ അത്ര മണ്ടന്മാരാണ്. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, അവളൊരു തൊട്ടാവാടി, അങ്ങനെയുള്ള തൊട്ടാവാടികളല്ല പ്രതിരോധ രഹസ്യം വാങ്ങിക്കാൻ വരുന്നത്. ആകെ മൊത്തം ഒരു പുകമറ, വെടി ശബ്ദം മാത്രമേ ഉള്ളൂ, പുറകിലൊന്നുമില്ല. അപ്പോൾ ഇത് ആരെയോ ലക്ഷ്യം വെച്ച് പ്രയോഗിച്ച ഒരു രാഷ്ട്രീയ ബോംബാണ്. ബോംബ് പടക്കമാണ്, സൗണ്ട് മാത്രമേ ഉള്ളൂ. ആരെ ആയിരിക്കാം? മുഖ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് എ കെ ആൻ്റണിയുടെ നേരെ കോൺഗ്രസിൻ്റെ തന്നെ ചില നേതാക്കന്മാർ പ്രയോഗിച്ചായിരിക്കും. നമുക്ക് പി ജെ കുര്യനെയും സംശയത്തിൻ്റെ നിഴലിൽ നിന്നും മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. ഇദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് വളരെ നാൾ പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ തനിക്ക് കിട്ടാത്തത് മറ്റു ചില ആൾക്കാർക്ക് കിട്ടുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. എന്തായാലും ഇതിൻ്റെ ഒരു ലക്ഷ്യം പ്രാഥമികമായിട്ട് നമുക്ക് തോന്നും അനിൽ ആൻ്റണിയുടെ ഒരു ഇമേജ് തകർക്കുക. അതായത് ഇലക്ഷനിൽ ഇദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഇമേജ് ഒന്ന് തകർത്ത് കളയുക. നീ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് മിടുക്കനാവണ്ട. ഇവിടെ ഞങ്ങളെപ്പോലുള്ളവർ നാളുകളായിട്ട് ചെരുപ്പ് തേഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത ഇന്നലെ കയറി വന്ന ഇന്നലത്തെ മഴയ്ക്കൊണ്ടത്തെ കിളിർത്ത തകരയായ താനി നിനക്ക് കിട്ടണ്ട, അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകാം. പിന്നെ മറ്റൊരു നിഗൂഢ ലക്ഷ്യം ഉണ്ടാകാം. കാരണം അനിൽ ആൻ്റണി പ്രതിരോധ രഹസ്യം ചോർത്തിയെന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ആ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകുന്നതിന് വേണ്ടിയായിരിക്കാം. മൊത്തത്തിൽ ഒരു പുകമറ. പി ജെ കുര്യൻ എന്നെ പോലുള്ള ആൾ അത്തരം വിഷയങ്ങളിലൊന്നും പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പണം വാങ്ങിച്ചു എന്നുള്ളതിൽ സംശയത്തിന് ഒരിടം നൽകാൻ അദ്ദേഹവും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കന്മാരുടെ മനസ്സിൽ അനിൽ ആൻ്റണിക്കെതിരെ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകിക്കാൻ ഇത് ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടാകാം. ഇനി അതുമല്ല, ഇനി ഇത് ബി ജെ പിയിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഒരു പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ? ഈ ദല്ലാളിന് അറിഞ്ഞുകൂടാ. പക്ഷേ രാഷ്ട്രീയമല്ലേ. അതായത് അനിൽ ആൻ്റണിയെ പോലൊരു വ്യക്തി അവിടെ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഒന്ന് പുറകോട്ടൊന്ന് വലിക്കാം, അതും ആകാം. കോൺഗ്രസ്സിനുള്ളിൽ ഇന്ന് 100 ഗ്രൂപ്പുകളാണ്. കോൺഗ്രസ്സിനുള്ളിൽ ഈ എ കെ ആൻ്റണി അങ്ങനെ സംശുദ്ധനായിട്ടൊന്നും ജീവിതാവസാനം നിൽക്കേണ്ട. കുറേ ആരോപണം അദ്ദേഹത്തിനെ നിർബന്ധപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യിക്കാനായിരിക്കാം ഒന്നുകിൽ. അതായത് അതിനുശേഷം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, അനിൽ ആൻ്റണിക്ക് എതിരെ അനിൽ ആൻ്റണി പരാജയപ്പെടുമെന്നുള്ള ഒരു വ്യക്തമായ വാക്കുകൾ എ കെ ആൻ്റണി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ആൻ്റണിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കാനും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനും കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാർ നിയോഗിച്ച വാടക ഒരു ഗുണ്ട പോലത്തെ ഒരു വ്യക്തിയായിരിക്കണം ഈ നന്ദകുമാർ. കാരണം അദ്ദേഹത്തിന് മോട്ടീവ്, ലക്ഷ്യം സംശുദ്ധമായിരുന്നെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് കൃത്യമായ വാക്കുകളിലും കൃത്യമായ തെളിവോടും കൂടിയായിരിക്കും. പക്ഷേ അത് അദ്ദേഹം ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഏതാണ്ടൊരു ബ്ലാക്ക് മെയിലിങ് പോലെയാണ്. കാരണം ഇനിയും ബാക്കി കിടപ്പുണ്ട്, ഞാനിപ്പം അതിവിടെ വിടും, ഇപ്പം വിടും, അങ്ങനെ ഒരു ഭീഷണിയുണ്ട് അതിൻ്റെ പുറകിൽ. അപ്പം ഇതിൽ മൊത്തത്തിൽ ലക്ഷ്യം ശുദ്ധമല്ല, മാർഗവും ശുദ്ധമല്ല. പിന്നെ എന്താണ്, നമ്മൾ ഒരു വെടി പൊട്ടിക്കുമ്പോൾ തൽക്കാലത്തേക്ക് ജനത്തിൻ്റെ ശ്രദ്ധയൊന്നും തിരിക്കുക, പിന്നെ വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ. രാഷ്ട്രീയത്തിലോട്ടൊക്കെ വരുന്നവർക്ക് ഇപ്പോൾ കെ കരുണാകരൻ ഒരിക്കൽ പറയുമായിരുന്നു, ഈ അനുകൂലിച്ചാലും വിമർശിച്ചാലും അത് നല്ലതാണ്. കാരണം ജനമനസ്സിൽ ആ നേതാവ് നിറഞ്ഞു നിൽക്കുമല്ലോ. അപ്പം വിമർശിക്കുന്നവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അനുകൂലിക്കുന്നവരെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. പക്ഷേ വിമർശനവും അത്യാവശ്യം ഗുണം ചെയ്യും. ഇവിടെ ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നവർ നാളെ ഒരുപാട് ചോദ്യം ഇവർക്ക് നേരെ ഉണ്ടായാലും. ഇപ്പോൾ ഉദാഹരണത്തിന് അനിൽ ആൻ്റണി ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതായത് പി ജെ കുര്യൻ എന്ന വ്യക്തി നിരവധി ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ആരോപണമാണ് സൂര്യനെല്ലി കേസിലെ, അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിനെതിരെ കോടതി കേസുകളുണ്ടായിരുന്നു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ലായിരിക്കാം, കാരണം തെളിവാണ് കോടതിയിൽ പ്രധാനം.
പക്ഷെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് PJ കുര്യൻ. അപ്പം നാളെയും അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു കാര്യം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അതായത് അനിൽ ആൻ്റണിയും നമ്മുടെ നന്ദകുമാറും തമ്മിൽ മുൻ പരിചയം ഉണ്ടായിരുന്നു. അത് അനിൽ ആൻ്റണി സമ്മതിച്ചിട്ടുണ്ട്. PJ കുര്യൻ വഴിയാണ് അദ്ദേഹം പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു. ഈ അനിൽ ആൻ്റണി സത്യത്തിൽ നന്ദകുമാറിനെ പോലെ ഉള്ളൊരു ദല്ലാളുമായി പരിചയപ്പെടാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അത് ചെയ്യില്ല. അപ്പം അദ്ദേഹത്തിനും ഇത് വളരെ വിലപ്പെട്ട ഒരു പാഠമാണ്. തന്നെ പരിചയപ്പെടാൻ വരുന്നവർ, അതിപ്പോൾ PJ കുര്യൻ ആയാലും മറ്റേത് കോൺഗ്രസ് നേതാവ് പറഞ്ഞാലും നാളെ BJPയിലെ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞാലും ആവശ്യമില്ലാതെ സംശുദ്ധമായ ചരിത്രമില്ലാത്ത ഒരുത്തരെയും അടുപ്പിക്കരുത് എന്നുള്ള ഒരു സൂചനയാണ്. അതൊരു ദൈവം കൊടുക്കുന്ന ഒരു സൂചനയായിട്ട് അദ്ദേഹം കരുതി. മേലിലെങ്കിലും സംശുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാത്തവരെ, പേരുദോഷം കേൾപ്പിക്കുന്നവരെ ഒരിക്കലും തൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കരുത്. നാറിയവനെ തൊട്ടാൽ തൊടുന്നവനും നാറുമെന്നാണ് മലയാളത്തിലെ ചൊല്ല്. ഇത് ഓർക്കുന്നത് അനിലിന് നല്ലതാണ്. അടുത്ത വിഷയമായി അടുത്ത ആഴ്ച. നമസ്കാരം.